എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എൻ്റെ മൂത്തോ ഇളയോ മരിച്ചു. ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം എങ്ങനെയെങ്കിലും. അമ്മയ്ക്ക് ശാരീരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഉമ്മ നമ്മളൊരു ഒരു കാര്യം അറിയിക്കാൻ വന്നതാണ്. ഷെർവാന്റെ ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോ നമ്മള് ഇനിയിപ്പോ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പൊ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇനി പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസമല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാ. അപ്പൊ ഉമ്മയുടെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അപ്പൊ ഉമ്മ ഇപ്പോ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണോ ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്. ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളു. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. എൻ്റെ ഓർമ്മയിലും അത് തന്നെയാണ്. ഉമ്മയുടെ പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. എനിക്കൊന്നും ഓർമ്മ കിട്ടാത്തോണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഫഹീമിനോട് ഇത് തന്നെയാണോ പറഞ്ഞത്? ഫഹീമിനോട് ഇത് തന്നെ പറഞ്ഞു. ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക. നമ്മളെ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ പോലീസുകാരോട് സംസാരിക്കും. ഇപ്പൊ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ? എന്താണ്? അന്ന് ഈ മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? അവര് പറഞ്ഞു ഓർമ്മ ഉണ്ട്. അല്ലാതെ എനിക്കറിയില്ല. അവര് പറഞ്ഞ ഓർമ്മ ഉണ്ട്. അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പം പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയുക. കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഉമ്മ. സാറേ, എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ. എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എൻ്റെ മൂത്തോ ഇളയോ മരിച്ചു. ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറിച്ച് ഞാൻ മനുഷ്യന് പ്രതീക്ഷിച്ചാണ് ജീവിക്കണം. നമുക്ക് നോക്കാം. ഉമ്മ സമാധാനമായിട്ട് കിടക്കുക കേട്ടോ. ഓക്കെ ഓക്കെ ഉമ്മ. ഉമ്മയെ ഞങ്ങളെ കാണാൻ പിന്നെ വരാം കേട്ടോ. ഉമ്മ സുഖമായിട്ട് കഴിയുമ്പോൾ നമുക്ക് പോവാം. നമുക്ക് ഇവിടെ ഷെമിയുടെ മൊഴി വളരെ നിർണായകമാണ്. ഇപ്പോഴും പറയുന്നത് ഞാൻ കട്ടിലിൽ നിന്ന് വീണു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും മൊഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര ഒരു ക്രിമിനലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അഫാൻ എന്ന് പറയുന്ന ആ ക്രിമിനലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഷെമി വീണ്ടും വീണ്ടും കള്ളത്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം നിങ്ങളുടെ മകൻ തന്നെയല്ലേ? ഒരു കൂസലും ഇല്ലാതെയാണല്ലോ അവനെ സംരക്ഷിക്കുന്നത്, ആ പൊന്നുമോന്റെ കൊലയാളിയെ സംരക്ഷിക്കുന്നത്. യാതൊരു മനസ്സിന് ഒരു ചാഞ്ചാട്ടവും നിങ്ങൾക്കില്ലേ ആ മകൻ മരണപ്പെട്ടതിന്? ഈ 5 കൊലപാതകങ്ങളും ചെയ്തത് അഫാനാണ്. ഈ ഷെമിയുടെ ഈ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഇനി ഈ കുറ്റങ്ങളെല്ലാം ഷെമി സ്വയം ഏറ്റെടുത്തിട്ട് അഫാനെ രക്ഷിക്കാനുള്ള പരിപാടിയാണ് ഷെമി മുന്നോട്ട് നിൽക്കുന്നത്. ഷെമിക്ക് എങ്ങനെയെങ്കിലും അഫാനെ പുറത്തിറക്കണം. അത് മാത്രമാണ് ഷെമിയുടെ ഒരു ലക്ഷ്യം. എന്തായാലും മക്കളൊക്കെ സ്വന്തം മക്കളാണെങ്കിലും തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അത് ശീലിപ്പിക്കണം. അല്ലാതെ എല്ലാത്തിനും ഇങ്ങനെ ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞാല് ഈ മക്കൾ, ഈ കൊലയാളികളെല്ലാം അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആവാൻ ചാൻസ് ഉണ്ട്. മക്കളുടെ മുന്നിൽ വെച്ച് കുടുംബക്കാരെ കുറ്റം പറയുന്നത് ഒഴിവാക്കുക. കാരണം അവരുടെ മനസ്സിൽ ആ പക അങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ ചിലപ്പോൾ മറന്നാലും മക്കളുടെ മനസ്സിൽ അത് അങ്ങനെ തന്നെ നിൽക്കും. ഓരോരുത്തരെയും കാണുമ്പോൾ ആ ഒരു പക എന്തായാലും അവരുടെ മനസ്സിലുണ്ടാവും. അവർ വീട്ടിലേക്ക് വരുമ്പോഴായാലും അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് പോകുമ്പോഴായാലും. അതുകൊണ്ട് മക്കളുടെ മുന്നിൽ വെച്ചിട്ട് കുടുംബക്കാരുടെ ആയാലും ആരുടെയും കുറ്റങ്ങളൊന്നും പറയാതിരിക്കുക. ഈ ഷെമി ചെയ്തതും അത് തന്നെയാണ്. ഈ കേസ് ഷെമിക്ക് നല്ലൊരു പങ്കുണ്ട്. ഈ അഫാൻ കുടുങ്ങിക്കഴിഞ്ഞാല് എന്തൊക്കെയോ രഹസ്യങ്ങളുടെ ചുരുൾ അഴിയും. അത് പേടിച്ചിട്ടാണ് ഈ അഫാനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഷെമി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അഫാനെ പുറത്തിറക്കാൻ പാടുപെടുവാണ് ഷെമി. അവൻ എന്തെങ്കിലും കാലത്ത് പുറത്തിറങ്ങുവാണെങ്കിൽ
ആദ്യം തീർക്കുന്നത് ഷെമി ഉമ്മയെ തന്നെ ആയിരിക്കും. അത് 100% ഉറപ്പാണ്. 5 കൊലപാതകം ചെയ്ത് ആ ഒരു അറപ്പ് തീർന്നവനാണ്. തീർച്ചയായും വന്ന ഉടനെ ഷെമിക്കുള്ള പണിയായിരിക്കും ആദ്യം കൊടുക്കുന്നത്. കാത്തിരുന്ന് കാണാം നമുക്കത്. അഫാനും ഷെമിക്കും ഇടയിൽ ഏതോ ഒരു വലിയ സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് തന്നെയാണ് ഇതിന് പിന്നിലും. ഇല്ലെങ്കിൽ ഇത്ര 5 കൊലപാതകം ചെയ്ത ഈ ക്രൂരനായ ഈ മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുവോ? ഈ ഷെമി തന്നെയാണ് അവനെ ഇത്രയും വഷളാക്കി വെച്ചത്. ആശുപത്രിയിൽ നിന്ന് കെയർ ഹോമിലോട്ട് മാറ്റിയ ഷെമിയുടെ മൊഴി പോലീസ് എടുത്തിരുന്നു. അപ്പോഴും പറയുന്ന പല്ലവി ഒരേ ഒരു പല്ലവി, താഴെ വീണു, കട്ടിലിൽ നിന്ന് താഴെ വീണു, കട്ടിലിൽ നിന്ന് താഴെ വീണു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് എന്റെ അപ്പാന് ഒരു പാറ്റയെ പോലും കൊല്ലുന്നത് പേടിയാണെന്ന്. ആ പേടിയുള്ളവനാണ് 5 മനുഷ്യജീവൻ കൊല്ലാക്കൊല ചെയ്ത്, വെറും കൊലയല്ല കൊല്ലാക്കൊല ചെയ്ത് 5 ജീവനുകൾ എടുത്തത്. എന്നിട്ടും പറയാണ് എന്റെ അപ്പാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇവരാണ് അവനെ ഇത്രയും വഷളാക്കി വെച്ചത്. പോലീസുകാരാണെങ്കിൽ ആകെ കുഴങ്ങിയിരിക്കുകയാണ്. പോലീസുകാർ ചോദിച്ചു കട്ടിലിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഇത്രയും പരുക്ക് പറ്റുമോന്ന്. അപ്പൊ ഷെമി പറയാണ് ഞാൻ കട്ടിലിൽ നിന്ന് വീണിട്ട് ഞാൻ വീണ്ടും എഴുന്നേറ്റ്, അപ്പൊ വീണ്ടും വീണു, അങ്ങനെയാണ് എനിക്ക് ഇത്രയും പരുക്ക് പറ്റിയതെന്ന്. എന്തായാലും കട്ടിലിൽ നിന്ന് വീണ് 41 സ്റ്റിച്ച്, തലയ്ക്ക് 41 സ്റ്റിച്ചും താടിയലിന് സർജറി ഒക്കെ വേണ്ടി വരുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും ഈ ഷെമി എന്ന് പറയുന്നത്. പിന്നെ പോലീസുകാർ ചോദിച്ചു ഈ കൊലപാതകം നടന്ന ദിവസം അന്ന് രാവിലത്തെ കാര്യങ്ങൾ ഒക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭയങ്കര അഭിനയം, എന്റെ ശരീരം അങ്ങ് തളർന്നു വരുന്നു, എനിക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിനയമാണ് കാണിച്ചു കൂട്ടുന്നത്. അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊന്നും ഷെമിക്ക് യാതൊരു ഓർമ്മയില്ല, അതൊന്നും പറഞ്ഞതുമില്ല. പിന്നെ അവർ ചോദിച്ചു, പോലീസുകാർ ചോദിച്ചു, ഒരു ഡയറി, ഷെമിയുടെ ഒരു ഡയറി പോലീസുകാർക്ക് കിട്ടിയിരുന്നു. അതിലെ ബാധ്യതയെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചപ്പോൾ, കടബാധ്യതയെ കുറിച്ചിട്ട് ചോദിച്ചപ്പോൾ ഷെമി അതിന് ഉരുണ്ടു കളിക്കുകയാണ്. 1 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യല് ഷെമിയെ ചെയ്തു മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവര് നിരാശരായി പോലീസുകാർക്ക് മടങ്ങേണ്ടി വന്നു. ഷെമിയാണെങ്കിൽ ഒന്നിനും വ്യക്തമായിട്ട് ഒരു ഉത്തരവും നൽകുന്നില്ല, എല്ലാം ഉരുണ്ടു കളിക്കുകയാണ്. ആകെപ്പാട് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് എന്റെ അഫാൻ പാവമാണ്, അവനാണെങ്കിൽ ഒരു പാറ്റയെ പോലും കൊല്ലത്തില്ല, അവനെ വെറുതെ വിടണം. ഷെമിയുടെ ആരോഗ്യനില കുറച്ചും കൂടിയൊക്കെ മെച്ചപ്പെട്ടിട്ട് വീണ്ടും ചോദ്യം ചെയ്യും. അപ്പോഴെങ്കിലും തളർച്ചയൊന്നും ഇല്ലാതിരിക്കട്ടെ. കാരണം ഒരു ക്രിമിനലിനെ സംരക്ഷിക്കാൻ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. മകനാണ്, അതറിയാം. പക്ഷെ ഒരിക്കലും അവൻ 5 പേരെ കൊന്ന കൊലയാളിയാണ്, അത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും പോലീസുകാർക്ക് ചോദിക്കുന്നതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുക. അല്ലാതെ മകനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ക്രിമിനലിനെ വീണ്ടും വീണ്ടും വളരാൻ അനുവദിക്കാതിരിക്കുക. കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചതിനാണ് ലത്തീഫിനെയും ഭാര്യയും കൊന്നത് എന്ന് അഫാൻ പറയുന്നു. യാതൊരു കൂസലും ഇല്ലാതെയാണ് അവൻ പറയുന്നത്. ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെയാണ് പറയുന്നത്. 80,000 രൂപയാണ് ലത്തീഫിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. അത് തിരികെ ചോദിച്ചതിനാണ് ആ ലത്തീഫിനും ഭാര്യയ്ക്കും ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകേണ്ടി വന്നത്. ഇത്രയൊക്കെ ക്രൂരത ചെയ്ത, ഇത്രമേ ദുഷ്ടത്തരം ചെയ്യുന്ന ഈ മകനെ സംരക്ഷിക്കുന്നുവെങ്കിൽ, ഈ ഷെമി വീണ്ടും വീണ്ടും സംരക്ഷിക്കുന്നുവെങ്കിൽ ഇതിന് പിന്നിൽ തക്കതായ എന്തോ ഒരു കാരണമുണ്ട്. അതെന്തായാലും പോലീസ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഒരു മനുഷ്യനും മകനാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു രീതിയിലുള്ള ഒരുത്തനെയും സംരക്ഷിക്കത്തില്ല.